വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. എബ്രായർ 12:2. വലിയ നോമ്പിൻ്റെ 19-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. ഇന്ന് ചിന്തിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന പദം ശ്രദ്ധ എന്നതാണ്. ശ്രദ്ധ എന്ന പദം വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. അശ്രദ്ധ എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ശ്രദ്ധ. ശ്രദ്ധ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺസെൻട്രേഷൻ എന്നതാണ്. നാം ജീവിക്കുന്ന ഈ ലോകം വളരെ ഡിസ്ട്രാക്ഷനുള്ള ലോകമാണ്. ആത്മീയരായ നാം ഏത് സമയത്തും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നാം തെറ്റിപ്പോകേണ്ടവരല്ല, പാപത്തിന് വിധേയപ്പെടേണ്ടവരുമല്ല. പാപം എന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ ഹമാർട്ടിയ, അതായത് മിസ്സിംഗ് ദ മാർക്ക്, ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ്. ക്രിസ്ത്യാനികൾ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. നാം തെറ്റി ഒഴിയാതിരിക്കാൻ ലോകത്തിൽ ദൈവം തന്നിരിക്കുന്ന ഒരൊറ്റ മാർഗം യേശുക്രിസ്തുവിലേക്ക്, ദൈവവചനത്തിലേക്ക്, കുരിശിലേക്ക് നോക്കുക എന്നുള്ളതാണ്. മനുഷ്യരുടെ ശ്രദ്ധ നഷ്ടപ്പെടാതിരിക്കാൻ വിശേഷാൽ ക്രിസ്ത്യാനികൾ ദൈവാലയത്തിലും ഭവനങ്ങളിലും യേശുവിൻ്റെ രൂപം, ദൈവവചനം, കുരിശ് എന്നിവ ക്രമീകരിച്ചിരിക്കുന്നു. യേശുവിൻ്റെ രൂപത്തെയോ ദൈവവചനത്തെയോ കുരിശിനെയോ നാം ആരാധിക്കുകയോ എന്നുള്ളത് ആരാധനയ്ക്ക് മുഖാന്തരമോ അല്ല. പ്രത്യുത നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നതിനാണ്. വലിയ നോമ്പിൻ്റെ 50 ദിനങ്ങളിൽ ആത്മീക ജീവിതത്തെ, സാമൂഹിക ജീവിതത്തെ, വ്യക്തി ജീവിതത്തെ, ജീവിതക്രമത്തെ ചിട്ടയോടും ഗൗരവത്തോടും ശ്രദ്ധിക്കുന്നതിനാണ് ആരാധന, വചനധ്യാനം, ഭക്ഷണ ക്രമീകരണം എന്നിവ നോമ്പ് നാളുകളിൽ ഊന്നൽ നൽകുന്നത്. യേശുവിനെ ആരാധിച്ചും ദൈവവചനം വായിച്ചും ധ്യാനിച്ചും പഠിച്ചും പ്രസംഗിച്ചും സാക്ഷിച്ചും യേശു നമുക്കായി ജീവനെ നൽകുന്ന ഇതിൻ്റെ പ്രതീകമായി കുരിശിൽ സമർപ്പിച്ചതിൻ്റെ മൂല്യങ്ങൾ ഏറ്റെടുത്ത് പാപമാകുന്ന ഈ ലോകത്തിൽ നിന്നും ദൈവത്തെങ്കിലേക്ക് നോക്കി ദൈവത്തോട് ചേർന്ന് പാപമാകുന്ന ലോകത്തിൽ ജീവിക്കുന്നതിന് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കി അശ്രദ്ധകളെ നീക്കി നോമ്പുകാലം അനുഗ്രഹമാക്കാം. ആയതിന് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.